ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ചുരിദാറിൻ്റെയും അതുപോലെ തന്നെ ബ്ലൗസിൻ്റെയൊക്കെ നെക്ക് ക്യാൻവാസ് പേപ്പർ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് ഉള്ളിലേക്ക് വെച്ച് നമ്മൾ ഹെം ചെയ്ത് കൊടുക്കാറുണ്ട്. ഇവിടെ ഞാൻ ക്യാൻവാസ് പേപ്പർ വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ക്വയർ നെക്കാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഹെം ചെയ്യുന്നതിന് പകരമായിട്ട് എളുപ്പത്തിൽ നമുക്ക് മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിനായിട്ട് നമ്മൾ ലൈനിങ് ക്ലോത്ത് മെയിൻ ക്ലോത്ത് ഇതുപോലെ രണ്ടായിട്ടൊന്ന് വിടർത്തി ഇട്ട് കൊടുക്കണം. ഇതുപോലെ രണ്ടും സെപ്പറേറ്റ് ആക്കി ഒന്ന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ക്യാൻവാസ് വെച്ച പീസ് നമ്മൾ ലൈനിങ് ക്ലോത്തിലേക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം കറക്റ്റ് ഏത് നെക്കിൻ്റെ ഷേപ്പിലാണോ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതേ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സ്ക്വയർ നെക്കാണ്. നമ്മൾ ആ ഷേപ്പിൽ ലൈനിങ് ക്ലോത്തിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിവിടെ ലൈനിങ് ക്ലോത്തിലേക്ക് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യരുത്. മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷമാണ്, ഇങ്ങനെ രണ്ടായിട്ട് വിടർത്തി ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഹെം ചെയ്യുന്നതിന് പകരമായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നെക്കൊന്ന് പതിച്ച് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്ത് ആ ലൈനിങ് ക്ലോത്ത് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് കറക്റ്റ് നെക്കിൻ്റെ ഷേപ്പിൽ പുറമേ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഹെം ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഈ ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഡീറ്റെയിൽഡ് വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.